ന്യായാധിപന്മാർ അധ്യായം 20. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലെയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4,00,000 പേരടങ്ങിയതായിരുന്നു. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു. ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേല്യരെ, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങളവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി. ഗിബയാവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു. അവരിൽ പ്രഗത്ഭരായ 700 ഇടതുകൈയന്മാരുണ്ടായിരുന്നു. ഇവർ ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ 4,00,000 ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു. ഇസ്രായേൽ ജനം ബഥേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബെയായ്ക്ക് എതിരായി പാളയമടിച്ചു. അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി. ഗിബെയായിൽ അവർക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് 22,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു. അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു. ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബെയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു.
ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബഥേലിൽ വന്ന് കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു. അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരമരുളി. ഇസ്രായേൽക്കാർ ഗിബെയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ 3-ാം ദിവസവും യുദ്ധത്തിനിറങ്ങി. മറ്റ് 2 അവസരങ്ങളിലെ പോലെ ഗിബെയായ്ക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു. മുൻ അവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കൂടി ആലോചിച്ചു, നമുക്ക് പലായനം ചെയ്യാം. അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽതാമാറിൽ അണിനിരന്നു. ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേല്യരും ഓടിക്കൂടി. ഗിബെയായ്ക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേല്യർ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. കർത്താവ് ഇസ്രായേല്യരുടെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബെയായ്ക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. പതിയിരിപ്പുകാർ ഗിബെയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ. യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. നാശമടുത്തെന്ന് അവർ കണ്ടു. അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നോഹാഹു മുതൽ കിഴക്ക് ഗബയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദ്ദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേരും വധിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ 600 പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു.
മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു. Chapter 20. So all the Israelites came out as one man from Dan to Beersheba, and from the land of Gilead the community was gathered to the Lord at Mizpah. The leaders of all the people and all the tribesmen of Israel, 400,000 foot soldiers who were swordsmen, presented themselves in the assembly of the people of God. Meanwhile, the Benjamites heard that the Israelites had gone up to Mizpah. The Israelites asked to be told how the crime had taken place. And the Levite, the husband of the murdered woman, testified, "My concubine and I went into Gibeah of Benjamin for the night. But the citizens of Gibeah rose up against me by night and surrounded the house in which I was. Me they attempted to kill, and my concubine they abused so that she died. So I took my concubine and cut her up and sent her through every part of the territory of Israel, because of the monstrous crime they had committed in Israel. Now that you are all here, O Israelites, state what you propose to do." All the people rose as one man to say, "None of us is to leave for his tent or return to his home. Now as for Gibeah, this is what we will do. We will proceed against it by lot, taking from all the tribes of Israel 10 men for every 100, 100 for every 1,000, 1,000 for every 10,000, and procuring supplies for the soldiers who will go to deal fully and suitably with Gibeah of Benjamin for the crime it committed in Israel." When, therefore, all the men of Israel, without exception, were leagued together against the city, the tribes of Israel sent men throughout the tribe of Benjamin to say, "What is this evil which has occurred among you? Now give up these corrupt men of Gibeah, that we may put them to death, and thus purge the evil from Israel." But the Benjaminites refused to accede to the demand of their brothers the Israelites. Instead, the Benjaminites assembled from their other cities to Gibeah to do battle with the Israelites. The number of the Benjaminite swordsmen from the other cities on that occasion was 26,000, in addition to the inhabitants of Gibeah. Included in this total were 700 picked men who were left-handed, every one of them able to sling a stone at a hair without missing. Meanwhile, the other Israelites who, without Benjamin, mustered 400,000 swordsmen ready for battle, moved on to Bethel and consulted God. When the Israelites asked who should go first in the attack on the Benjaminites, the Lord said, "Judah shall go first." The next day the Israelites advanced on Gibeah with their forces. On the day the Israelites drew up in battle array at Gibeah for the combat with Benjamin, the Benjaminites came out of the city and felled 22,000 men of Israel. Then the Israelites went up and wept before the Lord until evening. "Shall I again engage my brother Benjamin in battle?" they asked the Lord, and the Lord answered that they should. But though the Israelite soldiers took courage and again drew up for combat in the same place as on the previous day, when they met the Benjaminites for the second time, once again the Benjaminites who came out of Gibeah against them felled 18,000 Israelites, all of them swordsmen. So the entire Israelite army went up to Bethel, where they wept and remained fasting before the Lord until evening of that day, besides offering holocausts and peace offerings before the Lord. When the Israelites consulted the Lord, for the ark of the covenant of God was there in those days, and Phinehas, son of Eleazar, son of Aaron, was ministering to him in those days, and asked, "Shall I go out again to battle with Benjamin, my brother, or shall I desist?" The Lord said, "Attack, for tomorrow I will deliver him into your power." So Israel set men in ambush around Gibeah. The Israelites went up against the Benjaminites for the third time and formed their line of battle at Gibeah as on other occasions. The Benjaminites went out to meet them, and in the beginning they killed off about 30 of the Israelite soldiers in the open field, just as on the other occasions. Therefore the Benjaminites thought, "We are defeating them as before," not realizing that disaster was about to overtake them. The Israelites, however, had planned the flight so as to draw them away from the city onto the highways. They were drawn away from the city onto the highways, of which the one led to Bethel, the other to Gibeon. And then all the men of Israel rose from their places.
They reformed their ranks at Baal Tamar, and the Israelites in ambush rushed from their place west of Gibeah, 10,000 picked men from all Israel, and advanced against the city itself. In a fierce battle, the Lord defeated Benjamin before Israel, and on that day the Israelites killed 25,100 men of Benjamin, all of them swordsmen. To the Benjaminites it had looked as though the enemy were defeated, for the men of Israel gave ground to Benjamin, trusting in the ambush they had set at Gibeah. But then the men in ambush made a sudden dash into Gibeah, overran it, and put the whole city to the sword. Now the other Israelites had agreed with the men in ambush on a smoke signal they were to send up from the city. And though the men of Benjamin had begun by killing off some 30 of the men of Israel, under the impression that they were defeating them as surely as in the earlier fighting, the Israelites wheeled about to resist as the smoke of the signal column began to rise up from the city. It was when Benjamin looked back and saw the whole city in flames against the sky that the men of Israel wheeled about. Therefore the men of Benjamin were thrown into confusion, for they realized the disaster that had overtaken them. They retreated before the men of Israel in the direction of the desert, with the fight being pressed against them. In their very midst, meanwhile, those who had been in the city were spreading destruction. The men of Benjamin had been surrounded and were now pursued to a point east of Gibeah, while 18,000 of them fell, warriors to a man. The rest turned and fled through the desert to the rock Rimmon. But on the highways the Israelites picked off 5,000 men among them, and chasing them up to Gidom, killed another 2,000 of them there. Those of Benjamin who fell on that day were in all 25,000 swordsmen, warriors to a man. But 600 others who turned and fled through the desert reached the rock Rimmon, where they remained for 4 months. The men of Israel withdrew through the territory of the Benjaminites, putting to the sword the inhabitants of the cities, the livestock, and all they chanced upon. Moreover, they destroyed by fire all the cities they came upon.